ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന മക്കേക്കാണ്. ഇത് ചോക്ലേറ്റ് മക്കേക്കും വാനില മക്കേക്കും രണ്ട് ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള മക്കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ആദ്യം ഏത് കപ്പിലാണോ ചെയ്യുന്നത് അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യണം. ഈ മൈക്രോവേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കപ്പ് ചൂടാവാതെ വെള്ളം മാത്രമാണ് ചൂടാവുന്നതെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ് എടുക്കുക. നല്ല ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മക്ക് കേക്കാണ്. അപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. പിന്നെ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ. പിന്നെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാൻ 2.5 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ടാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ബേക്കിംഗ് പൗഡർ 1/4 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷനിലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല്. ഇത് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ. ഒരു ഡ്രോപ്പ് വാനില എസൻസ്. ഇതിൽ ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് 1 ഡ്രോപ്പ് മതി. പിന്നെ വിനീഗർ അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടി പാല് ചേർക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കണം. ആദ്യം തന്നെ എല്ലാ പാലും കൂടി ഒഴിച്ചാൽ ചിലപ്പോൾ കൺസിസ്റ്റൻസി തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കുന്നത്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ പകുതിയെ ഈ മിക്സ് നിൽക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ആവുന്ന ടൈമിൽ അത് പുറത്തേക്കൊക്കെ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് വാനില കേക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. നേരത്തെ കൊക്കോ പൗഡർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്താണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര കൂടുതൽ ചേർത്താലും മതി. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല്. റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ 1 ടേബിൾ സ്പൂൺ. പിന്നെ വാനില കേക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വാനില എസൻസ് ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. നേരത്തെ വിനാഗിരിയാണ് ചേർത്തത്, ഇതിൽ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നേരത്തെ പോലെ തന്നെ മിക്സ് ആയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, കപ്പിൻ്റെ പകുതിയെ മിക്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഇത് മൈക്രോവേവ് ചെയ്യാം. 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്താൽ മതി. ഓരോരുത്തരുടെ മൈക്രോവേവിനനുസരിച്ച് ടൈം മാറുന്നതാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിത് വെന്തോന്ന് ടെസ്റ്റ് ചെയ്യണം. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ലിക്വിഡി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൈക്രോവേവ് ചെയ്തേക്കുക. അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കൊരു റീ അടിക്കാം.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്